അതിമനോഹരമായ ഒരു ദ്വീപിലേക്കുള്ള യാത്രയിലാണിന്ന്. അത് ഐൽ ഓഫ് വൈറ്റിലേക്കുള്ള യാത്ര. തെക്കൻ ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് ചാനലിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ദ്വീപ്. മനോഹരമായ കടൽ തീരങ്ങൾ, ചരിത്രപരമായ നിർമ്മിതികൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, അതിവിശാലമായ കൃഷിഭൂമികൾ, വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതി, ചെങ്കുത്തായ പാറക്കെട്ടുകൾ തുടങ്ങി പ്രകൃതിയുടെ സവിശേഷമായ പ്രത്യേകതകളുള്ള ഒരു ദ്വീപാണ് ഐൽ ഓഫ് വൈറ്റ്. ഈ യാത്ര പോർട്സ്മൗത്ത് ഹാർബറിൽ നിന്നും ഐൽ ഓഫ് വൈറ്റിലേക്കാണ്. ഒരു ഫെറി ഷിപ്പിലാണ് ഈ യാത്ര. ഏകദേശം 40 മിനിറ്റ് എടുക്കുന്ന ഈ യാത്ര തന്നെ ഒരു അവിസ്മരണീയമായ അനുഭവമാണ്. ഐൽ ഓഫ് വൈറ്റിലെ ആകർഷണങ്ങൾ നിരവധിയാണ്. അതിലാദ്യത്തേത് ദ നീഡിൽസ് ആണ്. വെളുത്ത ചോക്കുപാറക്കൂട്ടങ്ങളുടെ നാട്, ലൈറ്റ് ഹൗസിൻ്റെ നാട്. ഇന്നും ഐൽ ഓഫ് വൈറ്റിൻ്റെ പ്രധാന ലാൻഡ്മാർക്ക് ഇവിടെ നിന്നുള്ള ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി തന്നെയാണ്. ഈ നീഡിൽസ് നിന്നും അലംബയിലേക്കുള്ള ആകാശ ചെയർ ലിഫ്റ്റ് ഇന്ന് ലഭ്യമാണ്. ഈ യാത്രയിലൂടെ നമുക്ക് നീഡിൽസിൻ്റെ വർണ്ണാഭമായ കളേർഡ് സാൻഡ്സിൻ്റെ കാഴ്ചകളും മലനിരകളുടെ ദൃശ്യങ്ങളും എല്ലാം നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. അലംബെ ബീച്ചിൽ നിന്നും സ്പീഡ് ബോട്ടിലൂടെ നീഡിൽസിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയും, ആ യാത്ര മൂലം നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് വരെ എത്താൻ സാധിക്കുകയും ചെയ്യും. പിന്നെയുള്ള പ്രധാന ഒരു ആകർഷണം ഓസ്ബോൺ ഹൗസാണ്. വിക്ടോറിയ രാജ്ഞിയുടെയും ആൽബർട്ട് രാജകുമാരൻ്റെയും പ്രിയപ്പെട്ട വേനൽക്കാല വസതിയായിരുന്നു ഓസ്ബോൺ ഹൗസ്. ഈ യാത്രയിൽ നമുക്ക് അവിടെ നിന്നും രാജകുടുംബത്തിൻ്റെ ചരിത്രവും മനോഹരമായ ഗാർഡനുകളും കാണാൻ സാധിക്കുകയും ചെയ്യും. പിന്നീടുള്ളത് ദിനോസർ ദ്വീപാണ്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ദിനോസർ ഫോസിലുകൾ കണ്ടെത്തിയത് ഇവിടെ നിന്നുമാണ്. പ്രാചീന യുഗത്തിൽ ദിനോസറുകൾ സ്വൈര്യമായി വിഹരിച്ചിരുന്ന ഇവിടെ നിന്നും ഇന്നും ദിനോസർ കാൽപ്പാടുകളും ഫോസിലുകളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി ആകർഷണങ്ങളുള്ള ഐൽ ഓഫ് വൈറ്റിൽ ലോകപ്രസിദ്ധമായ മ്യൂസിക് ഫെസ്റ്റിവൽ, കൗസ് വീക്ക് എന്നറിയപ്പെടുന്ന ബോട്ട് റൈസ് തുടങ്ങി നിരവധി ഇവൻറ്റുകളും എല്ലാം നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഭൂമിയുടെ സവിശേഷമായ ഘടന മൂലം ഈ ദ്വീപിൻ്റെ പകുതിയോളം ഭാഗം ഇന്ന് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് നാച്ചുറൽ ബ്യൂട്ടി ANOB എന്ന് ആയി കണ്ട് സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഐൽ ഓഫ് വൈറ്റിന് വളരെ സവിശേഷമായ ചരിത്രവുമുണ്ട്. മനുഷ്യവാസത്തിൻ്റെ ദീർഘമായ ചരിത്രം. ഏകദേശം 125 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ഒരു നദീതടമായിരുന്നു. ദിനോസറുകളുടെ വിഹാരകേന്ദ്രമായിരുന്നു. പിന്നീട് BC 700-കളിൽ മഞ്ഞുമലകൾ ഉരുകി സമുദ്രനിരപ്പ് ഉയർന്നു. സാവധാനം ഈ പ്രദേശം ബ്രിട്ടീഷ് ഭൂവിഭാഗത്തു നിന്നും വേർപെട്ട് ഒരു ഐലൻഡായി മാറ്റപ്പെട്ടു. പിന്നീട് വെങ്കലയുഗത്തിലും ഇരുമ്പ് യുഗത്തിലുമെല്ലാം സെൽറ്റിക് ഗോത്രവർഗക്കാർ ഇവിടെ അധിനിവേശം നടത്തുകയും വെങ്കല നിർമ്മാണം ചെയ്യുകയും ചെയ്തു. ചരിത്രം ഇന്നും തുടരുകയാണ്. BC 7000 ആണ്ടോടുകൂടി മഞ്ഞുമലകൾ ഉരുകി സമുദ്രനിരപ്പ് ഉയർന്നതോടുകൂടി ബ്രിട്ടീഷ് ഭൂവിഭാഗത്തു നിന്നും വേർപെട്ട് ഐൽ ഓഫ് വൈറ്റ് ഒരു ദ്വീപായി മാറി. പിന്നീട് വെങ്കലയുഗത്തിലും ഇരുമ്പ് യുഗത്തിലും സെൽറ്റിക് ഗോത്രവർഗക്കാർ ഇവിടെ അധിവസിക്കുകയും അവർ വെങ്കല നിർമ്മാണം നടത്തുകയും ചെയ്തു. AD 43 കാലഘട്ടത്തിൽ വെസ്പാനിയൻ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ റോമൻ അധിനിവേശവും ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഇതിനെ ദ വെക്ട് എന്ന നാമകരണം ചെയ്തത്. AD 400-കളോടുകൂടി റോമാക്കാരുടെ പിന്മാറ്റത്തിനു ശേഷം ആംഗ്ലോ സാക്സൺ വംശജരും ജൂട്ട് ഗോത്രങ്ങളും ഇവിടം കൈയടക്കി. AD 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ മതവും 9ഉം 10ഉം നൂറ്റാണ്ടുകളിൽ കടൽക്കൊള്ളക്കാരായ വൈക്കിങ്ങുകളുടെ ആക്രമണവും ഈ ദ്വീപിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1066-ൽ നോർമൻ ജയത്തിനു ശേഷം ദ്വീപിൻ്റെ സുരക്ഷ ശക്തമാക്കാൻ കാരിസ്ബ്രൂക്ക് കോട്ട ശക്തിപ്പെടുത്തുകയും ഈ ദ്വീപിനെ ഫ്രഞ്ച് ആക്രമണങ്ങളെ തടയാനുള്ള പ്രതിരോധ താവളമാക്കി അവർ വളർത്തിയെടുക്കുകയും ചെയ്തു. AD 1647 കാലഘട്ടങ്ങളിലെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ ചാൾസ് ഒന്നാമൻ രാജാവിനെ ഇവിടുത്തെ കാരിസ്ബ്രൂക്ക് കോട്ടയിലാണ് തടവറയിലാക്കിയത്. പിന്നീട് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നതും ചരിത്രം.
ബ്രാൻഡിംഗ് വില്ലാസ് ഇവിടുത്തെ റോമൻ ഭരണകാലത്തെ മനോഹരമായ തറകളും പുരാവസ്തുക്കളും സംരക്ഷിച്ച ഇടമാണ്. അവയും ഇന്ന് ഒരാകർഷണ കേന്ദ്രം തന്നെയാണ്. അങ്ങനെ തീർത്താൽ തീരാത്ത വിശേഷണങ്ങളുമായി ഐൽ ഓഫ് വൈറ്റ്.